നമസ്കാരം. സ്വയം കണ്ടെത്താനുള്ള ഒരു ചെറിയ യാത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ ഉള്ളിലെ നമ്മളെ തന്നെ ഒന്ന് മിനുക്കിയെടുക്കാൻ, ഒന്ന് മാറ്റിമറിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ശരി, നമുക്ക് തുടങ്ങാം. ഒന്ന് ആലോചിച്ചു നോക്കിയേ. നമ്മൾ എല്ലാവരും ദിവസവും കണ്ണാടിയിൽ നോക്കുന്നവരാ, അല്ലേ? പക്ഷേ ഞാൻ ചോദിക്കാൻ വരുന്നത് നിങ്ങളെ ആ പുറമുള്ള രൂപത്തെക്കുറിച്ചല്ല. അതിനുമപ്പുറം നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലൊരു നിങ്ങളില്ലേ, അയാളെക്കുറിച്ചാണ്. അതെ, ആ കണ്ണാടിയിലെ പ്രതിബിംബത്തിനുമപ്പുറം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന ഒരു ശബ്ദമുണ്ട്, അല്ലേ? ആ ശബ്ദം എന്താണ് പറയുന്നത്? ഞാൻ മിടുക്കനാണ് എന്നാണോ, അതോ എന്നെ ഒന്നിനും കൊള്ളില്ല എന്നാണോ? ഈ ഉള്ളിലെ ചിത്രമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ വിജയവും പരാജയവും തീരുമാനിക്കുന്നതിൽ ഈ ഉള്ളിലെ ചിത്രത്തിന് വലിയൊരു പങ്കുണ്ട്. പക്ഷെ ഒരു സന്തോഷവാർത്തയുണ്ട്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അഥവാ NLP ഉപയോഗിച്ച് നമുക്ക് ഈ ചിത്രം മാറ്റിവരയ്ക്കാൻ സാധിക്കും. അപ്പോ ഈ മാറ്റത്തിന്റെ യാത്ര എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഒരൊറ്റ കാര്യത്തിൽ നിന്ന്. നമ്മളോട് തന്നെ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിൽ നിന്ന്. ഏതൊരു വലിയ കെട്ടിടത്തിനും ഒരടിത്തറ വേണ്ടേ? അതുപോലെ തന്നെയാണിത്. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം, അംഗീകരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതിന് മുൻപ് നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങണം. ഇത് സ്വാർത്ഥതയൊന്നുമല്ല. പകരം നമ്മുടെ കുറവുകളെയൊക്കെ മനസ്സിലാക്കി അതങ്ങോട്ട് അംഗീകരിക്കുക. എന്നിട്ട് നമ്മുടെ ചെറിയ ചെറിയ കഴിവുകളെപ്പോലും ആഘോഷിക്കുക. അതാണ് യഥാർത്ഥ സെൽഫ് ലവ്. ശരി, ഇനി നമ്മളെ മുന്നോട്ടു പോകുന്നതിൽ നിന്ന് തടയുന്ന ചില അദൃശ്യമായ മതിലുകളെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ പോലും അറിയാതെ നമുക്ക് ചുറ്റും നമ്മൾ തന്നെ പണിതീർത്തുന്ന ചില മതിലുകൾ. ഇങ്ങനത്തെ ചിന്തകൾ എവിടെയെങ്കിലും കേട്ടു പരിചയമുണ്ടോ? അയ്യോ, എനിക്ക് ഇംഗ്ലീഷ് അത്ര നന്നായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുന്ന കാര്യം ഓർത്താ മതി, എനിക്ക് പേടിയാ. ഇതൊക്കെയാണ് നമ്മൾ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ സ്വയം പരിമിതപ്പെടുത്തുന്ന ചില വിശ്വാസങ്ങൾ. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഈ തടസ്സങ്ങളാണ് നമ്മുടെ യഥാർത്ഥ കഴിവ് പുറത്തുവരാതെ നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുന്നത്. ഈ കാണുന്നതിലേക്ക് ഒന്ന് നോക്കൂ. എന്തൊരു വ്യത്യാസമാണല്ലേ! ഒരു ചെറിയ ചിന്ത മാറ്റുന്നത് വഴി എത്ര വലിയൊരു ലോകമാണ് നമുക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നത്. എനിക്ക് പറ്റില്ല എന്ന ചിന്തയെ എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും എന്ന് മാറ്റിയാൽ മാത്രം മതി. ആ നിമിഷം ആ പഴയ മതിൽ തകർന്നു വീഴും. അപ്പോ ഈ പഴയ മതിലുകളൊക്കെ പൊളിച്ച് പുതിയതും ശക്തവുമായ ഒരു ആത്മവിശ്വാസം എങ്ങനെ കെട്ടിപ്പടുക്കാം? അതിനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ടൂളാണ് വാക്കുകൾ. നല്ല പോസിറ്റീവായ വാക്കുകൾ. നിങ്ങൾ അഫിർമേഷൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇവ നമ്മളോട് തന്നെ ആവർത്തിച്ചു പറയുന്ന ചില പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഉദാഹരണത്തിന്, എനിക്ക് കഴിയും, ഞാൻ ശക്തനാണ് എന്നൊക്കെ. ഇത് നമ്മുടെ ഉപബോധ മനസ്സിൽ കയറിക്കൂടിയ പഴയ നെഗറ്റീവ് ചിന്തകളെ പതുക്കെ മാറ്റി അവിടെ പുതിയ പോസിറ്റീവ് ചിന്തകളെ സ്ഥാപിക്കാൻ സഹായിക്കും. വെറുതെ ഇങ്ങനെ കേട്ടിരുന്നാൽ മാത്രം പോരല്ലോ, അല്ലേ? ഇതിന്റെ ഒരു ശക്തി ശരിക്കും അനുഭവിച്ചറിയാൻ ഞാൻ നിങ്ങളൊരു ചെറിയ പ്രാക്ടീസിലേക്ക് ക്ഷണിക്കുകയാണ്. റെഡിയല്ലേ? ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ റിലാക്സ് ആയിട്ടിരുന്ന് പതിയെ കണ്ണുകൾ അടയ്ക്കുക. ഇനി നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരു കണ്ണാടിയുണ്ടെന്ന് സങ്കൽപ്പിക്കുക. ആ കണ്ണാടിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ കൂടെ മനസ്സിൽ ഏറ്റുപറയുക. ആത്മാർത്ഥമായിട്ട് പറയൂ, ഞാൻ എന്നെ പൂർണ്ണമായും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അടുത്തത്, എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പൊ പറയൂ, ഞാൻ ഓരോ ദിവസവും കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി പൂർണ്ണ വിശ്വാസത്തോടെ പറയുക, ഞാനൊരു വിജയിയാണ്. പതിയെ കണ്ണുകൾ തുറന്നോളൂ. ഇപ്പോൾ എന്തു തോന്നുന്നു? ഉള്ളിലൊരു ചെറിയ മാറ്റം, ഒരു പോസിറ്റീവ് ഫീൽ, ഒരു എനർജിയൊക്കെ തോന്നുന്നുണ്ടോ? അതാണ് ഈ വാക്കുകളുടെ ശക്തി. ഈ ഒരു നല്ല ഫീല് ഇവിടെ നിർത്താനുള്ളതല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് ചെയ്തത്. അപ്പോ ഇന്നത്തേക്കുള്ള നിങ്ങളുടെ ഒരു ചെറിയ ടാസ്ക് ഇതാണ്. വീട്ടിൽ ചെന്നിട്ട് ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക. എന്നിട്ട് സ്വന്തം കണ്ണുകളിലേക്ക് തന്നെ നോക്കി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് 5 തവണ പറയുക. ചിലപ്പോ ആദ്യം ഒരു ചമ്മലൊക്കെ തോന്നും. അത് സാറാക്കണ്ട. അതോടൊപ്പം നിങ്ങളെക്കുറിച്ചുള്ള 3 നല്ല കാര്യങ്ങൾ ഒരു ഡയറിയിലോ മറ്റോ ഒന്ന് എഴുതി വെക്കുക. ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി തന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ ഈ ചിത്രം നിങ്ങൾ പതിയെ മാറ്റിവരയ്ക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വിജയങ്ങൾ ഇതൊക്കെ എങ്ങനെയായിരിക്കും മാറുക? ഒന്ന് ചിന്തിച്ചു നോക്കൂ. മാറ്റം എപ്പോഴും തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്.